Hi dears, welcome to Malayali's Talks. Hi dears, welcome back to my channel. Calicut University 4-year degree first semester BCom and BBA മലയാളത്തിൽ യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ 2024 ഇറങ്ങിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജുകൾ ഇട്ടിട്ടുള്ളതോ അല്ല, യൂണിവേഴ്സിറ്റി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ. കാരണം എങ്ങനെയാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക എന്നതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇതിലെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയി ചോദിക്കാനും സാധ്യതയുണ്ട്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാരണം കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ ഇതിപ്പോൾ 2 പാർട്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പാർട്ടിൽ തന്നെ ഒതുക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതിനുശേഷം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിക്കോളൂ. 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക കേട്ടോ മലയാളത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് ഇപ്പോൾ സീലിംഗ് മാർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അതിൽ ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത് 3 സെക്ഷൻ ആയിട്ടാണ്. A, B, C എന്നിങ്ങനെയാണ് സെക്ഷൻ. അതിൽ A സെക്ഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ആൻസറിൻ്റെ ഒരു സെക്ഷനാണ്. ഇതിലൊരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതമാണ് കിട്ടുക. സീലിംഗ് മാർക്ക് വരുന്നത് 16 മാർക്കാണ്. മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സെക്ഷനിൽ ഉള്ളത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, 1ാം റാങ്ക് കിട്ടിയിട്ടും കുഞ്ഞാമന് അഭിമാനം തോന്നാതിരുന്നത് എന്തുകൊണ്ട്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞാമൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു കുഞ്ഞാമൻ. അതുകൊണ്ട് തന്നെ വയറ് വിശക്കുന്നവനെ കുറിച്ച് ഓർക്കുമ്പോൾ അവന് അഭിമാനമില്ല, ഉണ്ടെങ്കിൽ തന്നെ അത് ദുരഭിമാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. 2ാമത്തെ ചോദ്യം, ഇടപ്പള്ളി സ്കൂളിൻ്റെ സവിശേഷതകളായി ONV ചൂണ്ടിക്കാട്ടുന്നത് എന്തെല്ലാമാണ്? ഉത്തരം, പരാജയബോധം, വിഷാദാത്മകത, അരാജകത്വത്തിലേക്കുള്ള ചായ്വ്, ഇവയെല്ലാമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. 3ാമത്തെ ചോദ്യം, ഒളിപ്പോരാളികളെ കണ്ടുപിടിക്കുന്ന അമേരിക്കൻ സെൻസറുകളെ വിയറ്റ്നാം എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത് തീർത്ഥയാത്ര എന്ന യാത്രാ വിവരണത്തിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ വിയറ്റ്നാമികളെ തുരത്തുന്നതിന് വേണ്ടി അമേരിക്കക്കാർ ഉപയോഗിച്ചിട്ടുള്ള സെൻസറുകളെ എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത്? വിയർപ്പിൻ്റെയും മൂത്രത്തിൻ്റെയും മണം പിടിച്ചാണ് അമേരിക്കക്കാർ ഒളിപ്പോരാളികളെ കണ്ടെത്തിയിരുന്നത്. അതിനെ തകർക്കാൻ വിയറ്റ്നാമികൾ 100 കണക്കിന് തൊട്ടികളിൽ മൂത്രം നിറച്ച് ഉപയോഗിക്കാത്ത കാട്ടുപ്രദേശങ്ങളിൽ കൊണ്ടുവച്ചു. അങ്ങനെയാണ് വിയറ്റ്നാമികൾ പരാജയപ്പെടുത്തിയത്. 4ാമത്തെ ചോദ്യം, ഞാൻ മുടിഞ്ഞോട്ടെ എന്നാലും ചെയ്യരുതാത്തത് ചെയ്യില്ല. എന്തുകൊണ്ടാണ് കേശവൻ നായർ ഇങ്ങനെയൊരു നിലപാടെടുത്തത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് കൃഷിക്കാരൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം വരുന്നത്, കേശവൻ നായരുടെ പാടത്ത് വെള്ളം ഒഴുക്കി വിട്ട് കേശവൻ നായരുടെ നെല്ലൊക്കെ നശിച്ചു പോകേണ്ട ഒരു അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന കേശവൻ നായരോട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചോദിച്ചു, രാത്രി നമുക്ക് മട കെട്ടിവെക്കാമോ എന്ന്. അതിന് കേശവൻ നായർ പറഞ്ഞ മറുപടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് പുഞ്ചക്കണ്ടത്തിൽ ചെയ്യാൻ പാടില്ല, ഞാൻ നശിച്ചാലും വേണ്ടില്ല എന്ന്. 5ാമത്തെ ക്വസ്റ്റ്യൻ, അപ്പോഴത്തെ ആസുരമായ അവസ്ഥയിലും സത്യൻ സ്തംഭിച്ചു. എന്തായിരുന്നു കാരണം? ഈ ചോദ്യം വന്നിരിക്കുന്നത് ഏകാന്തതയുടെ 100 വർഷങ്ങൾ എന്ന കഥയിൽ നിന്നാണ്. ഇവിടെ സത്യൻ മുസ്ലിങ്ങളുടെ ഒരു വീട് ആക്രമിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് നൂറിനെ കാണുകയും നൂറിനെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അരയ്ക്ക് കീഴ്പോട്ട് തളർന്നു കിടക്കുന്ന അവളുടെ അവസ്ഥ കണ്ടിട്ടാണ് സത്യൻ സ്തംഭിച്ചു പോയത്. 6ാമത്തെ ചോദ്യം, ഓർമ്മിച്ചതൊന്നേ ചൊല്ലിടാവൂ, സന്ദർഭം വ്യക്തമാക്കുക. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത് വിവാഹ സമ്മാനം എന്ന കവിതയിൽ നിന്നാണ്. പ്രണയ നൈരാശ്യത്താൽ ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ ചേച്ചി താൻ ആത്മഹത്യ ചെയ്തതാണെന്ന് ചെറിയ ചേച്ചിയെ വിവാഹം കഴിച്ച ചേച്ചിയുടെ കാമുകൻ ഒരിക്കലും അറിയരുത്. ഈ കാര്യം അനുജനോട് പറയുന്ന സന്ദർഭമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 7ാമത്തെ ചോദ്യം, നാരു നാരായൺ കരൾ നരയ്ക്കാതെന്തേ? ആരുടെ വാക്കുകൾ ഇങ്ങനെ ചിന്തിക്കാൻ കാരണമെന്ത്? ഈ ചോദ്യം വന്നിരിക്കുന്നത് കൗസല്യ എന്ന കവിതയിൽ നിന്നാണ്. കൗസല്യയുടെ വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാരണം ദശരഥന് കൗസല്യ പ്രഥമ പത്നി ആയിരുന്നിട്ട് കൂടി കൈകേയിയോടാണ് പ്രണയമുണ്ടായിരുന്നത്.
എന്തെങ്കിലും വിഷമഘട്ടത്തിൽ മാത്രമാണ് കൗസല്യയുടെ അടുത്തേക്ക് വരികയുള്ളൂ. അപ്പോൾ ഒരു കുട്ടി അമ്മയുടെ അടുത്തേക്ക് വരുന്നത് പോലെയാണ് വരിക. ആ ഒരു സന്ദർഭത്തിൽ അമ്മയാവുകയല്ലാതെ മറ്റെന്ത് ചെയ്യും എന്നാണ് കൗസല്യ പറയുന്നത്. ദശരഥൻ അങ്ങനെ വന്ന് മടിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് കൗസല്യ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. 8ാമത്തെ ചോദ്യം, വാമുറുക്കേണമെൻ പൈതലേ നീയിപ്പോൾ. സന്ദർഭം വ്യക്തമാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിലെ ഉലുഖലബന്ധനം എന്ന കവിതയിൽ നിന്നാണ്. ഇവിടെ കൃഷ്ണൻ വാ തുറന്നു കാണിച്ചപ്പോൾ മരണത്തിന്റെ ദേവനായ കാലനെയും കാലന്റെ മന്ദിരവും കണ്ടു ആര്? യശോദ. ആ ഒരു സന്ദർഭത്തിൽ യശോദ പറയുന്ന വാക്കുകളാണ് ഇത്. 9ാമത്തെ ചോദ്യം, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഗാനത്തിന്റെ ശില്പികൾ ആരൊക്കെയാണെന്നറിയോ? രചന, സംഗീതം, ആലാപനം. ഇവരുടെയൊക്കെ പേരാണ് എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ രചന ONV കുറുപ്പ്, സംഗീതം ദേവരാജൻ, പാടിയത് യേശുദാസ്. 10ാമത്തെ ചോദ്യം, പിന്നെ കടപ്പുറം നിറയെ കുഞ്ഞു വ്യാസന്മാരും. ആശയം വ്യക്തമാക്കുക. മത്സ്യഗന്ധി എന്ന നാടകത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. കടപ്പുറത്ത് പുതിയ തുറമുഖങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളെ അവിടെ വരുന്ന വിദേശികൾക്ക് കൂട്ടിക്കൊടുക്കണം. അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരുണ്ടാവും? കുഞ്ഞു വ്യാസന്മാരാണ് ഉണ്ടാവുക. ഇവിടെ പറയുന്ന പുരാണ കഥയാണ്. അതായത് പരാശര മഹർഷിക്ക് സത്യവതിയിലുണ്ടായ മകനാണ് വ്യാസൻ. അപ്പം അതുപോലെ പരാശര മഹർഷി സത്യവതിയെ ചൂഷണം ചെയ്തിട്ടാണല്ലോ ഇങ്ങനൊരു കുഞ്ഞുണ്ടായത്. അപ്പം അതുപോലെ ആവും ഇവിടെയും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതോടുകൂടി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അവസാനിച്ചു. ഇനി പറയാൻ പോകുന്നത് 6 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മൊത്തം 5 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ, സത്യൻ്റെയും നൂറിൻ്റെയും പ്രണയത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക? മാംസനിബദ്ധമല്ലാത്ത സ്നേഹത്തിൻ്റെ കഥ പറയുന്ന KR മീരയുടെ ചെറുകഥയാണ് ഏകാന്തതയുടെ 100 വർഷങ്ങൾ. വാടക കൊലയാളിയായ സത്യൻ്റെയും അരയ്ക്ക് താഴെ തളർന്നു കിടക്കുന്ന നൂർ എന്ന നൂർജഹാൻ്റെയും കഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ഇനി ബാക്കി ഭാഗം നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഷയിൽ ഒരു 6 മാർക്കിന്, 6 മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുറമാണ്, അതായത് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറ, അതുവരെയാണ് എഴുതേണ്ടത്. ഓക്കെ. 12ാമത്തെ ചോദ്യം, കേശവൻ നായർ എന്ന കർഷകൻ ചില മൂല്യങ്ങളുടെ അടയാളം കൂടിയാണ് സ്ഥാപിക്കുക. കൃഷിക്കാരൻ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് കേശവൻ നായർ. മണ്ണിൻ്റെ ജൈവികത നിലനിർത്തിക്കൊണ്ട് കൃഷി ചെയ്യുന്ന യഥാർത്ഥ കർഷകനാണ് അദ്ദേഹം. തൽക്കാലത്തെ ലാഭത്തിനു വേണ്ടി മണ്ണിനെ ചൂഷണം ചെയ്യുമ്പോൾ കുറച്ചു കാലം കഴിഞ്ഞ് ആ മണ്ണ് നിർവീര്യമായി പോവുമെന്ന് അറിയുന്നവനാണ് യഥാർത്ഥ കർഷകൻ. ആ കാർഷിക മൂല്യങ്ങളെല്ലാം സംസ്കാരങ്ങളെല്ലാം കൂട്ടുപിടിക്കുന്ന ഒരു കർഷകൻ കൂടിയാണ് കേശവൻ നായർ. ഇങ്ങനെയെല്ലാം ആ കഥയിൽ കേശവൻ നായർ എന്ന കർഷകൻ്റെ ആ മൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടേതായ ഭാഷയിൽ അതെടുത്ത് എഴുതേണ്ടതാണ്. 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ്റെ ഒരു പ്രൊഫൈല്, അതായത് ഒരു വ്യക്തി വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ വാഗ്ഭടാനന്ദൻ്റെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ, സഹകാരിയായി പ്രവേശം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ വാഗ്ഭടാനന്ദ ഗുരുവിനെ കുറിച്ചിട്ട് അതിൽ കുറേ പറയുന്നുണ്ട്. അതായത് സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങാനൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചതും അതുപോലെ താഴ്ന്ന തട്ടിലുള്ളവരെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചതും ഒക്കെ ആയ ആളാണ് വാഗ്ഭടാനന്ദൻ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നിങ്ങളതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മത്സ്യഗന്ധി എന്ന നാടകം കച്ചവടവൽക്കരിക്കപ്പെടുന്ന മാനവികതയാണ് തുറന്നു കാട്ടുന്നത് എന്ന അഭിപ്രായത്തോട് സംയുക്തികം പ്രതികരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമാണ് കേട്ടോ ഇവിടെയും രേഖപ്പെടുത്തേണ്ടത്. കച്ചവടവൽക്കരിക്കപ്പെടുന്ന മാനവികതയെക്കുറിച്ചിട്ടാണ് മത്സ്യഗന്ധി എന്ന് പറഞ്ഞ ആ ഒരു നാടകത്തിൽ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അപ്പം നാടകത്തിൻ്റെ സമ്മറി എല്ലാം ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കേട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവും. അതായത് അവരുടെ പ്രശ്നങ്ങൾ, മുക്കുവ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവരെത്രമാത്രം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഉത്തരം എഴുതുക.
അടുത്ത ചോദ്യം 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ കാലാന്തരത്തിൽ വന്ന മാറ്റങ്ങൾ വിഷയമാക്കി ഒരു ഫീച്ചർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പറ്റുന്നവർ അതൊന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതോടുകൂടി ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് അവസാനിച്ചു. ഇനിയുള്ളത് എസ്സേ ക്വസ്റ്റ്യൻ ആണ്. എസ്സേ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് ഇഷ്ടമുള്ളത് വേണമെങ്കിലും എടുത്ത് എഴുതാം. ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അന്നയും റസൂലും എന്ന സിനിമ കൊച്ചിയുടെ പ്രകൃതിയും പ്രാദേശിക ജീവിതവും എങ്ങനെയാണ് സിനിമയുടെ ഭാഗമാക്കിയത് എന്ന് പരിശോധിക്കുക. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യങ്ങളും ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൊച്ചി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കുറേ സിനിമകൾ ചിത്രീകരിച്ച ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ എങ്ങനെയൊക്കെ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആ സിനിമ കണ്ടാൽ തന്നെ മനസ്സിലാവാൻ സാധിക്കും. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ ആ ഒരു ക്ലാസ്സും കൂടി കേട്ട് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്താൽ ഈസി ആയിട്ട് പറ്റും. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇത്തറവാട്ടിലെ ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നു മൊഴിയിൽ എന്ന് പറഞ്ഞ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഇടശ്ശേരിയുടെ വരികളാണ്. അപ്പോൾ ആ വരികൾ എൻ്റെ ഉപ്പൂപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ കുഞ്ഞു താച്ചുമ്മയുടെ ജീവിതത്തെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാലോ ആ ഒരു നോവലിൽ തന്നെ പ്രധാനമായിട്ട് കുറേ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് മതത്തിൻ്റെ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും മുറുകെ പിടിച്ചു പോകുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ഞു താച്ചുമ്മ. അപ്പോൾ ആ ഒരു കഥാപാത്രത്തെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഈ ഒരു വരികളുമായി ചേർത്ത് വെച്ച് വേണം നിങ്ങൾ ആൻസർ എഴുതാനായിട്ട്. അതായത് ഈ തറവാട്ടിലെ ഘോഷണത്തെ പോലെ വൃത്തികെട്ടിട്ടില്ല മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയധികം മോശമായ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു തറവാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി വേണം നിങ്ങളതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നോവല് വായിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വായിക്കാത്തവർ എന്തായാലും ആ നോവലൊന്ന് വായിക്കണം കേട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതോടുകൂടി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും നന്നായിട്ട് വായിക്കുക, സമ്മറി നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യമാണ് പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് ഈ വരികൾ തന്നിട്ടൊക്കെ ആൻസർ എഴുതാൻ പറയില്ലേ, അതായിരിക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കണം എന്ന് പറയുന്നത്. എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.